നമസ്കാരം. ഉപ്പും മുളകും അനുബന്ധമായ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് 7 വിന്നറായ അനിമോളെ നിങ്ങൾക്കറിയുമോ? ആ അനിമോൾ ഉപ്പും മുളകിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം? ഉണ്ടായിരുന്നു. ഒരു സീസണിൽ ബാലുവിൻ്റെ അനിയത്തിയായി മിന്നുവായി ഉപ്പും മുളകിലും എത്തുന്ന ഒരു എപ്പിസോഡുണ്ട്. ആ എപ്പിസോഡ് നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ട്? ശരിക്കും രസകരമായ ഒരു എപ്പിസോഡാണ്. കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കണ്ടു നോക്കണം. അനിമോളുടെ തനി തിരുവനന്തപുരം ഭാഷയിലുള്ള ഡയലോഗുകൾ ഒന്ന് കേട്ട് നോക്കണം. ശരിക്കും രസകരമാണ്. കുറച്ച് ഡയലോഗുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കേൾപ്പിക്കാം. എന്താ ചേച്ചി അവളിങ്ങനെ പോയേ? ചില സമയത്ത് അങ്ങനെയാ. പോവാ കളിക്കാൻ പോവാ. ഞാൻ കളിക്കാന്ന് പറഞ്ഞില്ല. നമ്മളോട് കളിക്കുന്ന ആളാണേ ഈ നിക്കണ വജാട കാണിക്കുന്ന ഒരാള്. ചുമ്മാ പിള്ളേരെ വിളിക്കുമ്പോ ഞാൻ കളിക്കാം. എന്റെ അമ്മ സത്യമായിട്ട് നമ്മളെ വിളിച്ചു വരുത്തി നമ്മളോട് കളിക്കാൻ പറഞ്ഞ ആളാണ്. കളിക്കുകയും ചെയ്യും കൂടെ. നീ പോയി കളി പോ. വാ വല്യേട്ടാ, നീ പോയി കളി പോ. അപ്പൊ കളിച്ചിട്ട് കുളിച്ചിട്ട് കഴിക്കാം അല്ലേ? നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കണേ. നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കണേന്ന് പാടു. വയസ്സ് 20 എന്നിട്ട് കുട്ടികളി ഇതുവരെ മാറിയിട്ടില്ല. അത് പിന്നെ 40-48 വയസ്സായ ചില ആൾക്കാർക്ക് ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല. പിന്നാണ് 20 വയസ്സായ അവള്. ഇതാണാ? ഇതൊന്നും വീഴുന്നില്ല. എന്താ രസമല്ലേ കേൾക്കാൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് 79 എപ്പിസോഡ്. ഉപ്പുമുളകിൻ്റെ എപ്പിസോഡ് 79 അനിമോൾ വരുന്നത്. വീണ്ടും അനിമോൾ ഉപ്പുമുളകിലോട്ടും വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? തീർച്ചയായും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പണ്ടത്തെ അനിമോളൊന്നുമല്ല, ബിഗ് ബോസ് വിന്നറൊക്കെയാണ്. ഇത് ഏകദേശം 9 വർഷം മുമ്പുള്ള എപ്പിസോഡാണ്. 79 തുടങ്ങിയ സമയമാണ് ബിഗ് ബോസ് അല്ലല്ലോ, നമ്മുടെ ഉപ്പുമുളകും തുടങ്ങിയ സമയത്താണ് അനിമോൾ എത്തിയിരിക്കുന്നത്. ഒരു എപ്പിസോഡിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും വളരെ രസകരമായി തിരുവനന്തപുരം ഭാഷയൊക്കെ പറഞ്ഞുള്ള അനിമോളുടെ വരവ് കെങ്കേമം തന്നെയാണ്. നിങ്ങൾ ഇതുവരെയും ആ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. 79 എപ്പിസോഡാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. 79 എപ്പിസോഡ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അടുത്തൊരു അപേക്ഷ കൂടെ ഉണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും, അതേപോലെ തന്നെ ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ കൂടെ ഉണ്ട്. എന്തായാലും തീർച്ചയായും ഉപ്പുമുളകും പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.